അസ്സലാമു അലൈക്കും. ഇസ്ഫഹാനിലെ രാജാവിൻ്റെ മകളായിരുന്നു ലൈല എന്ന് പറയുന്ന അതീവ സുന്ദരിയായ പെൺകുട്ടി. ലൈലയെ പ്രണയിച്ചത് ഇസ്ഫഹാനിലെ തന്നെ വളരെ പാവപ്പെട്ടവനായ ഖൈസ് എന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. നമ്മുടെ ഭൂതകാല സ്മൃതികളിൽ, നമ്മുടെ കുട്ടിക്കാല ഓർമ്മകളിലൊക്കെ ലൈല മജ്നു എന്ന് പറയുന്ന ഒരു പ്രണയകാവ്യത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ലൈല മജ്നു ഒരു ഇസ്ലാമിക കഥയൊന്നുമല്ല. ഏതോ ഒരു അറേബ്യൻ നോവലിസ്റ്റിൻ്റെ ഭാവനയിൽ വിടർന്ന ഒരു കാവ്യതല്ലജമാണത്. അതൊരു അറേബ്യൻ ക്ലാസിക് മാത്രമാണ്. ഈ ലൈല വളരെ പ്രണയാതുരമായ ഒരവസ്ഥയിൽ ലൈലയുടെ പിതാവ് ഇസ്ഫഹാനിലെ രാജാവ് അവളെ റൂമിൽ ബന്ധിച്ചു. ഖൈസ് അവളെ തേടിപ്പോകുന്നൊരു യാത്രയാണ്. പ്രണയത്തിൻ്റെ അവാജ്യമായ അനുഭൂതിയുടെ തലങ്ങൾ സൃഷ്ടിക്കുന്ന ആ യാത്രയാണ് എല്ലാ കാലത്തെയും പ്രണയഭാവനകളെ ഉണർത്തിയിട്ടുള്ളത്. ഒഥല്ലോയെ പോലെയുള്ള. അപ്പം ഈ ഖൈസ് ലൈലയെ തേടിപ്പോകുന്നൊരു യാത്രയുണ്ട്. ആ യാത്രയിൽ കുറച്ച് നിസ്കരിക്കുന്ന ആളുകൾക്ക് മുന്നിലൂടെയാണ് ഖൈസ് പോയത്. ഖൈസിൻ്റെ കൂടെ ഖൈസിൻ്റെ ഒരു നായയും ഉണ്ടായിരുന്നു. ഖൈസ് പോയി കുറേ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നിസ്കാരക്കാർ അവിടെ കാത്തിരിക്കുകയാണ്. നിസ്കരിക്കുന്നവർ ഖൈസിനോട് ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്തത്? ഞങ്ങൾ അള്ളാഹുവിനെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നായയുമായി ഞങ്ങൾ നിസ്കരിക്കുന്നവരുടെ മുന്നിലൂടെ പോയി. വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഖൈസ് അത്ഭുതത്തോടെ അവരോട് തിരിച്ച് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ കണ്ടില്ല, നിങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സ് മുഴുവൻ ലൈലയായിരുന്നു. എൻ്റെ പ്രാണേശ്വരിയായ ലൈലയെ തേടി അലഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ തെറ്റ് എൻ്റെ ഭാഗത്തേ അല്ല. പക്ഷെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നിസ്കാരം മാറ്റി നിസ്കരിക്കണം. കാരണം നാഥനായ അള്ളാഹുവിനെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്നെയും നായയെയും കണ്ടു. അതുകൊണ്ട് നിങ്ങളാണ് നിങ്ങളുടെ ആരാധനയെ തിരുത്തേണ്ടത് എന്ന് ഖൈസ് പറഞ്ഞു വെക്കുന്നുണ്ട്. വല്ലാത്തൊരാശയമാണത്, അല്ലേ? റമദാനിൽ ആരാധനാ നിമഗ്നനായിരിക്കുന്ന നമ്മുടെ മുന്നിൽ വലിയൊരു ആശയ പ്രപഞ്ചമാണ് ഖൈസ് തുറന്നു വെക്കുന്നത്. ഖയാലൂക ഫീ ഐനി വദിക്റുക ഫീ ഫമി വമത്വാക ഫീ ഖൽബി ഫഅൈന തഗീബു. അല്ലാഹുവേ, നീ എൻ്റെ കണ്ണിലുണ്ട്. ഖയാലൂക ഫീ ഐനി, അല്ലാഹുവേ നീ എൻ്റെ കണ്ണിലുണ്ട്. വദിക്റുക ഫീ ഫമി, എൻ്റെ ചുണ്ടിൽ നിൻ്റെ മന്ത്രങ്ങളാണ്. മത്വാക ഫീ ഖൽബി, എൻ്റെ ഹൃദയത്തെ ത്രസിപ്പിക്കുന്നത് നീയാണ് അല്ലാഹുവേ. ഫഅൈന തഗീബു, പിന്നെ നീ എവിടെ പോയി മറയാനാണ്? സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആരാധനയുടെ മൗലികമായ ഒരവസ്ഥയാണിത്. നമ്മൾ നോമ്പ് നോൽക്കുന്നുണ്ട്, നമ്മൾ ആരാധന ചെയ്യുന്നുണ്ട്. പ്രകടനപരതയുടെ ആരാധനയായി മാറിപ്പോകരുത്. അള്ളാഹുവിനെ പ്രണയിച്ച ആഷിക്യങ്ങളായ ദർവേശുകൾ അവർ ഈ പ്രപഞ്ചത്തെ പോലും പലപ്പോഴും മറന്നുപോയിട്ടുണ്ട്. സൂര്യചന്ദ്ര നക്ഷത്ര ഗോള താരപഥങ്ങൾ, ഈ മാമലകൾ, സമതലങ്ങൾ, ആറുകൾ, പുഴകൾ, ജലാശയങ്ങൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ മറന്ന് അനശ്വരനായ അള്ളാഹുവിനെ പ്രാപിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഈ പ്രണയത്തിൻ്റെ അവാജ്യമായ ഒരവസ്ഥയാണ്. നമ്മളിപ്പോൾ എന്താണ് നോമ്പ് നോൽക്കുന്നത് എന്ന ചോദ്യത്തിന് നമുക്ക് താൽക്കാലികമായ ഉത്തരം സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്, അല്ലേ? നോമ്പിൻ്റെ മൗലികമായ ലക്ഷ്യം അള്ളാഹു പറഞ്ഞത് സ്വർഗമല്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാകാൻ വേണ്ടി, അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നവരാകാൻ വേണ്ടിയിട്ട് എന്നാണ്. പക്ഷെ നമ്മുടെ എല്ലാ ആരാധനകളുടെയും ലക്ഷ്യം സ്വർഗമായി മാറിപ്പോവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഈ ആരാധനയ്ക്ക് നമ്മൾ ഉപാധി വെക്കാൻ പോലും പാടില്ല. അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് പകരമായി പ്രണയിച്ച് തീർക്കണം ഈ ജന്മം മുഴുവൻ. ഖയാലൂക ഫീ ഐനി, എൻ്റെ കണ്ണിൽ നീയാണ് അള്ളാഹു. നമ്മുടെ കണ്ണിൽ അള്ളാഹു വേണം.
നമ്മുടെ കണ്ണിൽ എപ്പോഴെങ്കിലും അള്ളാഹു ഉണ്ട്. ഞാൻ അള്ളാഹു ഒരു രൂപമായി വരും എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. അള്ളാഹു അരൂപിയാണ്. പക്ഷെ കാണുന്നതിലെല്ലാം അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ നിരീക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു പാവപ്പെട്ടവനെ കാണുമ്പോൾ അവന് അള്ളാഹുവിനെ കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മുന്നിൽ രോഗിയായി വന്നു, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നാളെ മഹ്ശറിൽ ചോദിക്കും. നമ്മുടെ മുന്നിൽ ഒരു ദിവസം നമ്മൾ കാണുന്ന ഒരു മനുഷ്യനെ അള്ളാഹുവായി കാണാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നിങ്ങൾ ഈ വാക്കെടുത്ത് വിവാദമാക്കണ്ട. അള്ളാഹുവിൻ്റെ ദിവ്യ ദർശനത്തെ അവനിൽ നമുക്ക് കാണാൻ കഴിയണം. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹു ഉണ്ട്, ഈ പ്രകൃതിയിൽ, ഈ പരിസ്ഥിതിയിൽ. ഇതാണ് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാളുടെ മൗലികമായ ഭാവം. ഇങ്ങനെയായിരിക്കും. ദിക്റുക ഫീ ഫമി, എൻ്റെ ചുണ്ടിൽ നീയാണ് അള്ളാഹുവേ. സംസാരിക്കുമ്പോൾ അള്ളാഹു ആയിരിക്കണം. സംസാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിനെ ദ്യോതിപ്പിക്കുന്നത് മാത്രമായിരിക്കണം. പറ്റുന്നുണ്ടോ എനിക്ക്, നിങ്ങൾക്ക്? എൻ്റെ ഹൃദയത്തിൽ അള്ളാഹുവാണ്, എൻ്റെ ഹൃദയത്തിൽ നീയാണ് അള്ളാഹുവേ. പറ്റുന്നുണ്ടോ നമുക്ക്? റമദാനിൽ പോലും അപ്പോൾ പറ്റുന്നില്ല. അതിനെ തറയിബു, നീ എവിടെ പോയി മറയാൻ? അപ്പോൾ ഈ കാണുന്ന ദൃശ്യലോകത്തിലും നമുക്ക് അദൃശ്യമായ ഗോചരമല്ലാത്തതിലുമൊക്കെ അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യത്തെ ദർശിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആരാധനകളുടെ മൗലികമായ ലക്ഷ്യം. ഖൈസ് ചോദിച്ചത്, നിങ്ങൾ നിസ്കരിക്കുമ്പോൾ എന്നെയും നായയെയും കണ്ടു, നിങ്ങൾ നാഥനായ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ഞാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ലൈലയെ മാത്രമാണ് ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നത് കാണാത്തത്. ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഹൃദയത്തോട് നമ്മളിതിന് ചോദിച്ചു കൊണ്ടേയിരിക്കുക, ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടോ എന്ന്. എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായത് കൊണ്ടല്ല ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അള്ളാഹുവിനെ പലപ്പോഴും നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. അള്ളാഹുവിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്, അല്ലേ? നരകത്തെ നല്ല ഭയമുണ്ട്. യെസ്, നരകത്തെ ഭയപ്പെടുക തന്നെ വേണം. ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ നിയോഗത്തെക്കുറിച്ച് പറയുന്നത്, യാ അയ്യുഹൻ നബിയു ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറൻ വ ദാഇയൻ ഇലല്ലാഹ് ബിഇദ്നിഹി വസിറാജൻ മുനീറ. സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുപോലെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നവനുമാണ്. പക്ഷേ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് ഇബാദത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് അള്ളാഹുവിനെ സ്നേഹിച്ചിട്ട് എങ്ങനെ ഇബാദത്ത് ചെയ്യും. പുണ്യനബി പറഞ്ഞു, ഹലാവത്ത് ഈമാനൊരു ടേസ്റ്റുണ്ട്, ഈമാനൊരു മധുരമുണ്ട്. സലാത്തുൻ മൻ കുന്ന ഫീ വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന് അനുഭവഭേദ്യമായ ഒരു രുചിയുണ്ട്. നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെ ഒരു അനുഭവഭേദ്യമായ ഒരു ടേസ്റ്റ് ലഭിക്കുന്നുണ്ടോ? റമദാൻ അല്ലാത്ത ദിവസങ്ങളിലെ പോലെ ഈ റമദാനിൽ ഒരു ചൈതന്യം നമ്മളെ എങ്ങനെ ആവരണം ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വല്ലാത്ത ഒരു ആവേശം ഇല്ല. ഈമാനിൻ്റെ മധുരം എനിക്കും നിങ്ങൾക്കും ലഭിക്കാതെ പോയതാണ്. അള്ളാഹു നൽകട്ടെ. ഖൈസ് ലൈലയെ തേടിയതുപോലെ അള്ളാഹുവിനെ തേടി അലയുന്നൊരു ദർവേശായി അനന്തപഥങ്ങളിലേക്ക് അന്വേഷണത്തിൻ്റെ ആത്മയാനങ്ങൾ തുഴഞ്ഞുകൊണ്ട് യാത്ര പോയിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് നോമ്പ് വല്ലാത്ത രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് നിസ്കാരം വല്ലാത്തൊരു സാധനയായി മാറും. ഇബാദത്ത് ഒരു തപം ചെയ്യുന്നത് പോലെ ആത്മഹർഷത്തിൻ്റെ തുയിലുണർത്തുന്നതാകും. അള്ളാഹു നൽകട്ടെ. ഞാൻ ബഷീർ ഫൈസി ദേശമംഗലം. അസ്സലാമു അലൈക്കും.